നമസ്കാരം സുഹൃത്തുക്കളെ, എന്റെ പേര് സാഗർ. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നുമില്ല പറയാൻ, നമ്മുടെ ജൂൺ 2025 എക്സാമിനേഷന്റെ ടൈം ടേബിൾ വന്നു. നമുക്ക് ആദ്യം അത് ജെനുവിൻ ആണോ ചെക്ക് ചെയ്യാം. ഇത് നമ്മുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആണ്. ഇവിടെ നമ്മുടെ സ്റ്റുഡൻസിന്റെ സെക്ഷനിൽ കയറി അവിടുന്ന് എക്സാമിനേഷനിൽ കയറി കഴിഞ്ഞാൽ ടൈം ടേബിൾ ഇതാ ഇവിടെ ഉണ്ടാവും. സംഭവം സത്യം ഇതാ കിടക്കുന്ന ടൈം ടേബിൾ കണ്ടോ. അപ്പൊ ഞാൻ ഈ ടൈം ടേബിൾ നമ്മുടെ എന്താ നമ്മൾ വർക്ക് ചെയ്യുന്ന പ്ലാറ്റ്ഫോമിൽ ഓൺ ആക്കിയിട്ട് ഞാൻ കാണിച്ചു തരാം. യെസ്, നിങ്ങൾക്ക് ടൈം ടേബിൾ ഇതാ ഇപ്പോൾ ഇവിടെ കാണാനായിട്ട് പറ്റും. നമ്മുടെ ഇന്റർമീഡിയറ്റ് ആൻഡ് ഫൈനൽ എക്സാമിനേഷൻ ജൂൺ 2025 ടൈം വിൽ ഹെൽഡ് ഓൺ ഓൾട്ടർനേറ്റീവ് ഡേയ്സ് ഫോർ ഈച്ച് ഗ്രൂപ്പ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഡേറ്റ് നോക്കാം. ഡേറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജൂൺ 11 ആസ് വി എക്സ്പെക്ടഡ്. എനിക്ക് തോന്നുന്നു ജൂൺ 10 നമ്മൾ എക്സ്പെക്ട് ചെയ്തത്. 10 അല്ല, 11. ജൂൺ 11 തുടങ്ങുന്നു. 12, 13, 14, 15 അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് 8 ദിവസങ്ങളിലാണ് എക്സാം ഉള്ളത്. ഇന്റർമീഡിയറ്റിന്റെ എക്സാമിനേഷൻ ഉച്ചയ്ക്ക് ശേഷമാണ്. കണ്ടോ, ഇന്ത്യന്റെ എക്സാം ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷമാണ്. ഫൈനലിന്റെ എക്സാം രാവിലെയാണ്. 10 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയാണ് ഫൈനലിന്റെ എക്സാം. ബാക്കി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാമല്ലോ. ഓൾട്ടർനേറ്റ് ഡേയ്സിലായിരിക്കും. അതായത് ആദ്യത്തെ ദിവസം ഗ്രൂപ്പ് 1ന്റെ ഫസ്റ്റ് പേപ്പർ, അടുത്ത ദിവസം ഗ്രൂപ്പ് 2ന്റെ ഫസ്റ്റ് പേപ്പർ, ദെൻ ഗ്രൂപ്പ് 1ന്റെ സെക്കൻഡ് പേപ്പർ, ദെൻ ഗ്രൂപ്പ് 2ന്റെ സെക്കൻഡ് പേപ്പർ. അങ്ങനെയായിരിക്കും നമ്മുടെ എന്താ ഉണ്ടാവുക, എക്സാമിനേഷൻസ് ഉണ്ടാവുക. കഴിഞ്ഞില്ല, നമുക്കിവിടെ താഴെ കുറച്ച് പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സും കൂടി നമുക്കൊന്ന് വായിച്ചു നോക്കാം. ഒരു കാര്യം പറയട്ടെ, ഇന്റർമീഡിയറ്റിന്റെ എക്സാം ഫീസ് എന്ന് പറഞ്ഞാൽ 1500 രൂപയാണ്. പഴയ റേറ്റ് ഒക്കെ പോയി 1200, 1300 ഒക്കെ പേജ് കൊണ്ടിരുന്ന റേറ്റ് ഒക്കെ പോയി. ഇപ്പൊ ഇന്റർമീഡിയറ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1500. ഫൈനലിന്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ പറഞ്ഞത് ഇന്റർമീഡിയറ്റിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1500, ഫൈനലിന്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 2800 രൂപയാണ്. ഓക്കെ, ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരു ഗ്രൂപ്പ് ആണെങ്കിൽ ഞാനിപ്പോ ഈ പറഞ്ഞ റേറ്റ്, അതായത് 1500, ഫൈനൽ ആണെങ്കിൽ 1800. ബൂത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ ഞാൻ പറഞ്ഞത് തിരിഞ്ഞു പോയോ? അതായത് ഒന്നുകൂടി പറയാം. അതായത് ഇന്റർമീഡിയറ്റ് സിംഗിൾ ഗ്രൂപ്പ് ആയിട്ടാണ് നിങ്ങൾ എക്സാം എഴുതുന്നെങ്കിൽ 1500 ആണ് റേറ്റ് വരിക. ബൂത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 2800. ഫൈനൽ ആണെങ്കിൽ 1800 ആണ് ഒരു ഗ്രൂപ്പിന്. ബൂത്ത് ഗ്രൂപ്പ് ആണെങ്കിൽ 3200 ആണ്. ഇനി ഓവർസീസ്, ഇന്ത്യക്ക് പുറത്തുള്ള ഏതെങ്കിലും എക്സാം സെന്റേഴ്സിൽ നിന്നാണ് നിങ്ങൾ എക്സാം എഴുതുന്നെങ്കിൽ നിങ്ങൾ ഡോളേഴ്സിൽ വേണം പേ ചെയ്യാൻ. അതും ഓഫ്ലൈൻ ആയിട്ട് വേണം പേ ചെയ്യാൻ. അതെ, ഓഫ്ലൈൻ ആയിട്ടാണ് നമ്മൾ നോർമലി പേ ചെയ്യുന്നത്. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് നിങ്ങളൊന്ന് അതെ ഇവിടെ കിടപ്പുണ്ട്. സ്റ്റുഡൻസ്, ഓവർസീസ് സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ആയിട്ട് വേണം ഈ സാധനം പേ ചെയ്യാനെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് വേറൊരു കാര്യം കൂടെ ഉണ്ട്. താഴേക്ക് നോക്കി, നമ്മുടെ ലാസ്റ്റ് ഡേറ്റ്, അതായത് എക്സാമിന് വേണ്ടി നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്യണ്ടേ. ഇതിൽ ഈ പോയിന്റ് നമ്പർ 4 നിങ്ങളൊന്ന് വായിച്ചു നോക്കിയാൽ, പോയിന്റ് നമ്പർ 4, അതായത് നമ്മുടെ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഏപ്രിൽ 10 എന്നാണ്. ഏപ്രിൽ 10. ഏപ്രിൽ 10 ശേഷം ഒരു 11 മുതൽ 17 വരെ നിങ്ങൾക്ക് 500 രൂപ ലേറ്റ് ഫീസ് പേ ചെയ്തിട്ടും ഈ എക്സാം ഫീസ് ഫില്ല് ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾ ഒരു ഗ്രൂപ്പാണ് പേ ചെയ്യുന്നതെങ്കിൽ നമ്മുടെ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യണം. അതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആണ് ഏപ്രിൽ 10. ഏപ്രിൽ 10 കഴിഞ്ഞാൽ 17 വരെയും വീണ്ടും ടൈം ഉണ്ട്. പക്ഷെ അപ്പൊ നമ്മൾ 500 രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. 500 രൂപ എക്സ്ട്രാ പേ ചെയ്യേണ്ടി വരും. കഴിഞ്ഞില്ല, ഇവിടെ എക്സാം സെന്റേഴ്സിന്റെ പേര് എഴുതിയിട്ടുണ്ട് മക്കളെ. നമ്മുടെ പഴയ സെന്റേഴ്സ് എല്ലാം ഉണ്ട്. പുതിയ സെന്റേഴ്സ് ആഡ് ആയതായിട്ട് ഞാൻ കണ്ടില്ല. ഒരു ഹൈലൈറ്റ് കാര്യങ്ങളുണ്ട്. ഇവിടെ ഒരു ഡേറ്റും കൂടി പറയുന്നുണ്ട്. ഇവിടെ നോക്കി, അതായത് നമ്മുടെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റും കൂടി പറയുന്നുണ്ട്. ഇന്റർമീഡിയറ്റിന്റെയും ഫൈനൽ എക്സാമിനേഷന്റെയും റിസൾട്ട് മോസ്റ്റ് പ്രോബബ്ലി ഫയൽ ചെയ്യാൻ പോണത് ഓഗസ്റ്റ് 11 കഴിഞ്ഞ വട്ടം ഇതേപോലെ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്ന ഡേറ്റ് പറഞ്ഞു. അതിനേക്കാളും 10 ദിവസം ഏർലിയാണ് റിസൾട്ട് പബ്ലിഷ് ചെയ്തത് ഇപ്പോൾ, അല്ലേ? അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ബാക്ക് ടു ട്രാക്ക് ആണ്. ഫുൾ ഓൺ ആണ്, ഫുൾ പവർ ആണ്. എല്ലാ കാര്യങ്ങളും പ്രോപ്പർ സിസ്റ്റമാറ്റിക് ആയിട്ട് നമുക്ക് വേണ്ട രീതിയിൽ തന്നെ കറക്റ്റ് ആയിട്ട് എല്ലാം നടക്കുന്നുണ്ട്. ഒരു ഡിലേ ഇല്ല, ഒരു പ്രശ്നങ്ങളും ഇല്ല. നമ്മൾ ചെയ്യേണ്ടത് പഠിക്കാന്നുള്ളത്. ഇനി എത്ര നാൾ നമ്മുടെ കയ്യിലുണ്ട്? ഇന്ന് ഫെബ്രുവരി 13 പ്രോപ്പറായിട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ 4 മാസം ഇല്ല. 4 മാസത്തിനേക്കാളും കുറച്ച് ഡേയ്സ് കുറവാണ്. ആ 4 മാസത്തിൽ 1 മാസം നിങ്ങൾ മാറ്റി വെച്ചു, 3 മാസം കൂട്ടിയാൽ മതി. 3 മാസവും ഒരു ചില്ലറ ദിവസങ്ങൾ മാത്രമേ നമ്മുടെ കയ്യിലുള്ളൂ. എഫക്റ്റീവ്ലി നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന ഒരു 100 ഡേയ്സ് ഉണ്ട്. ആ 100 ഡേയ്സിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പാസ് ആവുന്നതേ ഉള്ളൂ ഇന്റർമീഡിയറ്റ്. ഇപ്പൊ ലാസ്റ്റ് വന്ന എക്സാമിനേഷനിൽ 70+, സ്റ്റുഡൻസ് ആണ് നമ്മുടെ ക്ലാസ് വാങ്ങിയിട്ട് പാസ്സായത്. ഞാൻ അതിന്റെ ഒരു ബ്രൗഷർ ഇത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. നിങ്ങളൊന്ന് ചെക്ക്ഔട്ട് ചെയ്തോ. ഒരു കാര്യം കൂടെ നിങ്ങളോട് പറയാനുണ്ട്. ഈ വരുന്ന ജൂൺ 2025 എക്സാമിനേഷന് വേണ്ടിയിട്ടുള്ള ഫുള്ളി അമൻഡ് ആയിട്ടുള്ള നല്ല അടിപൊളി ക്ലാസ് അഫോർഡബിൾ റേറ്റിൽ നമ്മുടെ ഫാസ്റ്റ് ട്രാക്ക് ക്ലാസ് ഞാൻ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം. ആ വീഡിയോ ഒന്ന് കണ്ടുവയ്ക്കാം മക്കളെ. അടുത്ത പ്രാവശ്യം റിസൾട്ട് വരുമ്പോൾ ഞാൻ ഇതുപോലെ ബ്രൗഷർ ഒരു ബാനർ പ്രിപ്പയർ ചെയ്യുമ്പോൾ അതിൽ നിങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഉണ്ടാവും, ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പൊ അതുകൂടി നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോ. യൂസ്ഫുൾ ആണെങ്കിൽ ഉറപ്പായിട്ടും ക്ലാസ്സിൽ ജോയിൻ ചെയ്യണം. വേറെ എന്തോ ഡൗട്ടോ കാര്യങ്ങളോ ഹെൽപ്പ് എന്തെങ്കിലും വേണമെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്താൽ മതി. എങ്ങനെയാണ് നമ്മൾ എക്സാമിന് വേണ്ടി അപ്ലൈ ചെയ്യേണ്ടതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ ആ സാധനം കാണിച്ചു തരാം. അപ്പൊ ഇത്രേ ഉള്ളൂ. ബൈ. നിങ്ങൾ ആരും പേടിക്കണ്ട. എക്സാമിന് വേണ്ടിയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രോപ്പർ ആയിട്ട് നിങ്ങൾ പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്തോളാം. ബൈ.